അല്ല സോഫിമോൾ ഉറങ്ങിയോ? കാത്തിരുന്നിരുന്ന് ഉറക്കം തൂങ്ങണ കണ്ടപ്പോ അവളോടും അമ്മച്ചിയോടും പോയി കിടന്നോളാൻ പറഞ്ഞു. ഇത്രയും നേരമായിട്ട് ഇത് എവിടെ പോയി കിടക്കണ? ഇനിയിപ്പോ വല്ല വഴക്കുമക്കാണോ ഉണ്ടായി കാണുവാ? അങ്ങനെ വിഷമിക്കൊന്നും വേണ്ടാന്ന്. ചിലപ്പം ബായക്കൊക്കെ മാറി ബാപ്പിയും മോനും കൂടി ഷാപ്പിൽ മിനുങ്ങാൻ പോയിട്ടുണ്ടാവും. അതേ ഒരു ടോർച്ചോട്ടം കാണണണ്ടല്ലോ. ഇതെവിടെയായിരുന്നു ഈ പാതിര വരെ? കടപ്പുറത്ത് മരന്നടിച്ച് കിടക്കായിരുന്നു. തെര വന്ന് അടിച്ചു കയറിട്ട് ഒരു അനക്കില്ലെന്ന്. പടച്ചോനെ ഞമ്മൾ ആകെ പേടിച്ചുപോയി. ഡേഞ്ചർ ആയെന്ന് വിചാരിച്ചത്. ഒന്നും മുണ്ടാണ്ടിരിക്കടാ, ശകനം കേട്ട വർത്താനം പറയാണ്ട്. എന്റെ ഉമ്മ ആ കിടപ്പൊന്ന് കാണുമായിരുന്നു. എന്താണ്, വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ കടലമ്മയോട് പറയായിരുന്നു. എല്ലാം പറഞ്ഞൊന്ന് കരഞ്ഞപ്പോ ഇടവപ്പാതി പെയ്ത് ഒഴിഞ്ഞ പോലെ ഒരു അടക്കം കണ്ട്. അവനുണ്ടായിരുന്നില്ല, കടലിൽ പോയിരിക്കായിരുന്നു. എന്നിട്ട് എല്ലാ വിവരങ്ങളും അവളോട് വിശദമായിട്ട് പറഞ്ഞു. അവളും കടലമ്മയുടെ മോള് തന്നെ അല്ലയോ, നമ്മുടെ കുടുംബത്തിൽ ചേരേണ്ടവള് തന്നെ. അന്നമ്മേ, പഠിച്ചവനെല്ലാം സബൂറാക്കി തരും. ഈ ബേജാറാകണ്ട. ഞാനാ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. വാതിലൊന്ന് തുറന്നേ. പേടിച്ചു പോയോ? മോൾ ഒറ്റയ്ക്കാണോ? വേണ്ടേ? അപ്പൊ ഞാൻ വന്നത് എത്ര നന്നായി. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരണ്ടായോ? മോൾ ഇവിടെ ഒറ്റയ്ക്കാണോ എന്നൊരു സംശയം. അതൊന്നും അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി ഉത്തരവാദിത്വമൊക്കെ ഇല്ലയോ? ഫോട്ടോ ഒക്കെ തൂക്കിയിട്ടുണ്ടല്ലേ. കൊള്ളാവല്ലേ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും സുന്ദരിയാ നേരിട്ട് കാണാൻ കേട്ടാ. തീപ്പെട്ടി ഉണ്ടോ? അല്ല, എന്തിനാ തീപ്പെട്ടി? ഈ ചില്ലൊന്ന് പൊക്കിയാ മതി, ഞാൻ കത്തിച്ചോളാം. നാളത്തെ ആർത്തിയും വെപ്രാളം കൊണ്ട് ആ പെങ്കൊച്ചിനെ വാരിക്കോരി തിന്നുകളയല്ലേ. നാളേക്കും വേണ്ടാണെന്ന് ഓർമ്മ വേണം. കരുനാഗപ്പള്ളി വരെ പോയായിരുന്നു. അവിടെ പൊന്നു മോനെ, എന്നോട് വരുത്തൊന്നും തോന്നല്ലേ. ഞാൻ ഇന്ന് വൈകിട്ടാണ് മോക്കടാൻ കുന്നെത്തിയത്. വന്നപ്പോ നമ്മുടെ പഞ്ചമി കുഞ്ഞുവിടെ ഇല്ല. എവിടെ പോയത്? എവിടെ പോയെന്ന് അറിയത്തില്ല. വീട് പൂട്ടിയിട്ടുമില്ല. റാന്തൽ വിളക്ക് തറയിൽ പൊട്ടിക്കടന്നിരുന്നു. തൊമ്മിച്ചൻ കടലിൽ പോയിന്ന് വൈകിട്ട് പാപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അപ്പച്ചനാ തന്നെ. പുള്ളിക്കാരനും പെണ്ണും കൂടെ ചെറിയുടെ അടുത്തിരുന്ന് എന്തൊക്കെയോ പറയണ കണ്ടു. ഇപ്പഴീ കാളിത്തള്ള വന്ന് പറയുമ്പോഴാണ് അറിയണത് പെണ്ണിവിടെ ഇല്ലെന്നുള്ള കാര്യം. അച്ഛനെന്റെ പഞ്ചമി അറിയാ. നീ വണ്ടിയിലോട്ട് കയറ്. വണ്ടിയിലോട്ട് കയറാനേ.
മോനെ തൊമ്മിക്കുഞ്ഞ് തൊട്ടുപോകരുത്. ചവിട്ടിക്കൊന്ന് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ പുന്നാരിക്കാൻ പറഞ്ഞ പൈലി പറഞ്ഞെങ്കിലും നീ ഇത് ചെയ്യൂന്ന് ഞാൻ കരുതിയില്ലടാ. ചങ്കാ നീ പറഞ്ഞെടുത്തിരിക്കുന്നത്. അധികം കാലം ഇവനോട് പൊറുക്കാവെന്ന് വിചാരിക്കണ്ട. ചാവിട്ടിക്കൊന്ന് ഞാൻ കടലിൽ തള്ളിക്കളയും. പട്ടാളം പാപ്പച്ചനാ പറയുന്നേ. ചെവിയെ നുള്ളിക്കോ, ചെവിയെ നുള്ളിക്കോ, ചെവിയെ നുള്ളിക്കോ. മോനെ അപ്പച്ചനിത് വായും മനസ്സും അറിഞ്ഞതല്ല കേട്ടാ. പറയുന്നത് കേക്ക്. അപ്പച്ചനെങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണ്ട. അടിച്ചക്കെ ഇപ്പൊ മനസ്സിലായ ഉസ്മാനോട് കളിച്ചാ കളി ഡേഞ്ചർ ആവൂന്ന്. ഡേഞ്ചർ ആവും സൂക്ഷിച്ചിരുന്നു. കളി അധികം കളിക്കേണ്ടി വരത്തില്ല. നമ്മളോടാണ് അതെ നിന്നോട് തന്നെ. കാര്യം അറിഞ്ഞില്ലേ? ഇല്ല. ആ പൊട്ടിപ്പെണ്ണി അത്ര വെറുതെ ഒന്നുമല്ല, ബലാത്കാരം ചെയ്തിട്ടാ. ഇത് ഞങ്ങൾ പറയണല്ല, വെട്ടിപ്പൊളിച്ച് നോക്കിയ ഡോക്ടർമാര് പറഞ്ഞ. ബലാത്കാരത്തിന് ആശാ മാത്രമേ ഉള്ളൂ, അതോ ശിഷ്യന്മാരും വേണ്ട. എടാ ഈ വക ഇബിലീസിന്റെ പണിയൊന്നും നമ്മുടെ ആശാൻ ചെയ്യൂല. അതിനൊക്കെ മുതലാളിയില്ലേ ആ പൈലി ഓനെ നോക്കിയാ മതി. ഓ അവനാരാണ്? യേശു ക്രിസ്തു. അതേടാ യേശു ക്രിസ്തു. എന്റെ അടങ്ങിലേ കൊലത്തും. യേശു ക്രിസ്തുവും കൂടെ ശിഷ്യന്മാരും. എന്റെ കൂടെ പള്ളി വരാന്ന് പറഞ്ഞിട്ട് പെരുന്നാളായിട്ടെങ്കിലും പള്ളി പോവില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടാ. മനസ്സിനൊരു സുഖമില്ല, തെരയപ്പെട്ട പോലെ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന മനസ്സടങ്ങില്ല. പള്ളിയിൽ പോയെന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ ഒരു സമാധാനം കിട്ടും. വാ വരാൻ ശരി. വാ.